ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന രണ്ടാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോ പ്രസൻറ്റേഷനാണിത്. അതിലാദ്യം പഠിക്കാനുള്ളത് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റർ എന്ന വേർഡ് നമുക്കെല്ലാം പരിചയമുള്ളതാണ്. ഫാനുകളിലും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളിലും ചാർജ് സ്റ്റോർ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഡിവൈസാണ് കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൽ 2 കണ്ടക്ടേഴ്സാണുള്ളത്. അതിനെ ഒരു ഇൻസുലേറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ കണ്ടക്ടറിൻ്റെ ചാർജ് +Q ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ ചാർജ് -Q ആയിരിക്കും. ആദ്യത്തെ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ V1 എന്നും രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ V2 എന്നും എടുത്താൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ്, ഇത് രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം V is equal to V1 minus V2. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് ആ കണ്ടക്ടേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നേരനുപാതത്തിലായിരിക്കും. Q പ്രൊപ്പോർഷണൽ ടു V. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ഇടുക. Q is equal to C into V. ഇവിടെയുള്ള കോൺസ്റ്റൻ്റ് ആണ് C. ഇതിനെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നു. C എന്ന കപ്പാസിറ്റൻസ് C ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V. Q എന്ന ചാർജിൻ്റെ SI യൂണിറ്റ് കുളോം, V എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ SI യൂണിറ്റ് വോൾട്ട്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റ് കുളോം പെർ വോൾട്ട് അല്ലെങ്കിൽ ഫാരഡ്. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഇസ് ഫാരഡ്. ക്യാപിറ്റൽ F എന്നതാണ് അതിൻ്റെ സിമ്പൽ. കപ്പാസിറ്ററിൻ്റെ സിമ്പലാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. 2 പാരലലായിട്ടുള്ള കണ്ടക്ടേഴ്സ് ഒരു ചെറിയ സെപ്പറേഷനിൽ വെച്ചിരിക്കുന്നതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതിൻ്റെ മീഡിയം എയർ ആണെന്ന് വിചാരിക്കുക. അതായത് 2 പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം എയർ ആണ്. ഒന്നാമത്തെ പ്ലേറ്റിൻ്റെ ചാർജ് +Q, രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ ചാർജ് -Q. 2 പ്ലേറ്റുകൾക്കും ഒരേ ഏരിയ ക്യാപിറ്റൽ A, 2 പ്ലേറ്റുകളും തമ്മിലുള്ള സെപ്പറേഷൻ d. ആദ്യത്തെ പ്ലേറ്റിൻ്റെ ചാർജ് +Q ആയതുകൊണ്ട് അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ is equal to Q/A. രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ ചാർജ് -Q ആയതുകൊണ്ട് അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി -സിഗ്മ. സിഗ്മയുടെ വാല്യൂ മുകളിലത്ത് തന്നെയാണ് Q/A. ഇനി റീജിയൻ 1 and 2 പടത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നോക്കുക. റീജിയൻ 1 എന്നത് മുകളിലത്തെ പ്ലേറ്റിൻ്റെ മുകളിലത്തെ ഏരിയയാണ്, സ്പേസാണ്. ഈ സ്പേസിൽ 2 ഇലക്ട്രിക് ഫീൽഡുകൾ ഉണ്ടാകുന്നു. ഒന്ന് +Q എന്ന ചാർജ് കൊണ്ടുള്ള പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡും രണ്ടാമത്തേത് -Q ചാർജ് കൊണ്ടുള്ള പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. ഈ റീജിയണിൽ E1 എന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പരിഗണിച്ചാൽ, അതായത് +Q ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് E1, -Q ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് E2. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് σ/2ε0. രണ്ടും യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റായിട്ട് പരിഗണിക്കുക. ഗോസിസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഈസ് ഈക്വൽ ടു σ/2ε0. ഇനി മുകളിലത്തെ പ്ലേറ്റ് പരിഗണിച്ചാൽ E1 എന്ന ഇലക്ട്രിക് ഫീൽഡ്, ഒന്നാമത്തെ റീജിയണിൽ E1 എന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും, പോസിറ്റീവ് ചാർജിൽ നിന്നും അകലേക്ക്. രണ്ടാമത്തെ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നേരെ താഴേക്കുമായിരിക്കും. അതായത് E1 and E2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ റീജിയൻ, അതായത് -Q എന്ന ചാർജുള്ള പ്ലേറ്റിൻ്റെ താഴത്തെ ഭാഗമാണ് രണ്ടാമത്തെ റീജിയൻ. ആ റീജിയണിൽ E1 എന്നതിൻ്റെ ഡയറക്ഷൻ നേരെ താഴേക്കും, E2 എന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ നേരെ മുകളിലേക്കുമായിരിക്കും.
അവിടെയും E1 ആൻഡ് E2 ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള റീജിയൻ പരിഗണിച്ചാൽ E1 എന്നത് പോസിറ്റീവിൽ നിന്നും താഴേക്ക്, E2 എന്നത് നെഗറ്റീവ് ചാർജിലേക്ക്, രണ്ടും ഒരേ ഡയറക്ഷനിൽ. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E is equal to E1 plus E2 equal to sigma by 2 epsilon 0 plus sigma by 2 epsilon 0. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി സിഗ്മ എന്നതിന് പകരം Q by A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ക്യാപിറ്റൽ E is equal to Q by epsilon 0 A. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പരിഗണിച്ചാൽ V is equal to ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ് E is equal to dV by dl. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് E is equal to V by D അല്ലെങ്കിൽ V is equal to E into D. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം Q by epsilon 0 A into D. ഇതിൽ നിന്നും കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. C is equal to Q by V. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം എയർ ആണെങ്കിൽ കപ്പാസിറ്റൻസ് C is equal to Q by V. അതാണ് ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ. V എന്നതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ C is equal to Q by epsilon 0 A into D. Q and Q ക്യാൻസൽ ചെയ്ത് പോകുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ C equal to epsilon 0 A divided by D. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം എയർ ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് C is equal to epsilon 0 A by D. Epsilon 0 is permittivity of free space, A is the area of the plates and D is the separation between the plates. Epsilon 0 കോൺസ്റ്റൻ്റ് ആണ്, അതായത് കപ്പാസിറ്റൻസ് പ്ലേറ്റുകളുടെ ഏരിയയെയും പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷനെയുമാണ് ആശ്രയിക്കുന്നത്. ഇതേ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ ഡെറിവേഷനാണ് ഇഫക്റ്റ് ഓഫ് ഡൈഇലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ്. അപ്പോൾ ആദ്യം പരിഗണിച്ചത് കപ്പാസിറ്ററുകൾക്കിടയിൽ എയർ ആണ് മീഡിയം എന്ന്. ഇനി ആ എയർ എന്ന മീഡിയം മാറ്റി ഒരു ഡൈഇലക്ട്രിക് അവിടെ വയ്ക്കുക. ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് നോൺ കണ്ടക്റ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. ഇതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K എന്നെടുക്കാം. ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലും ഒരു ഡൈഇലക്ട്രിക് വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിൽ വരുന്ന വ്യത്യാസം കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ്. ഒരു ഡൈഇലക്ട്രിക്കിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ ഡൈഇലക്ട്രിക്കിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, അതായത് പോളറൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറയ്ക്കുന്നു. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E is equal to സിഗ്മ മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ 0. അതായത് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും സിഗ്മ പി ബൈ എപ്സിലോൺ 0 എന്നത് പോളറൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡുമാണ്. അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ 0, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുക്കാം. സോ E ഈക്വൽ ടു സിഗ്മ മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ 0. ഇനി ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ടേംസിലേക്ക് മാറ്റി എഴുതുന്നു. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K is equal to external electric field sigma by epsilon 0 divided by net electric field sigma minus sigma p by epsilon 0. ഇപ്പോൾ K എന്നത് external electric field sigma by epsilon 0 divided by net electric field sigma minus sigma p by epsilon 0. അതിൽ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിലുള്ള എപ്സിലോൺ 0 ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ K is equal to സിഗ്മ ബൈ സിഗ്മ മൈനസ് സിഗ്മ പി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓർ സിഗ്മ മൈനസ് സിഗ്മ പി is equal to സിഗ്മ ബൈ K.
പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ പ്ലേറ്റുകൾക്കിടയിലെ മീഡിയം ഡൈലക്ട്രിക് ആണെങ്കിൽ ലാസ്റ്റ് എഴുതിയ ഇക്വേഷനാണ് സിഗ്മ മൈനസ് സിഗ്മ പി ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ കെ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എഴുതാം. ബി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ഈക്വൽ ടു ഇ എന്നതിന് പകരം സിഗ്മ മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. സിഗ്മ മൈനസ് സിഗ്മ പി എന്നതിന് പകരം സിഗ്മ ബൈ കെ എന്ന് കൊടുക്കാം. സോ ഇക്വേഷൻ ബിക്കംസ് സിഗ്മ ഡി ബൈ എപ്സിലോൺ 0 കെ. ഇനി കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു ക്യൂ ബൈ വി. ക്യൂ എന്നതിന് പകരം സിഗ്മ ഇൻറ്റു എ, അതായത് സിഗ്മ എന്ന സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു ക്യൂ ബൈ എ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ ഇൻറ്റു എ ഈക്വൽ ടു ക്യൂ. അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ ബൈ വി എന്നതിന് പകരം സിഗ്മ ഡി ബൈ എപ്സിലോൺ 0 കെ. ഒരുപോലെ മുകളിലും താഴെയും കിടക്കുന്ന ടേംസ് ക്യാൻസൽ ചെയ്തു, സിഗ്മ ക്യാൻസൽ ചെയ്തു. ഡിനോമിനേറ്ററിൽ വീണ്ടും താഴെയുള്ളത് മുകളിലേക്ക് മാറ്റി എഴുതുന്നു. എപ്സിലോൺ 0 കെ എ ഡിവൈഡഡ് ബൈ ഡി, അല്ലെങ്കിൽ കെ എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. കെ എന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ പ്ലേറ്റുകൾക്കിടയിലെ മീഡിയം ഡൈഇലക്ട്രിക് ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് കെ എ എപ്സിലോൺ 0 ബൈ ഡി. പ്ലേറ്റുകൾക്കിടയിലെ മീഡിയം എയർ ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് എപ്സിലോൺ 0 എ ബൈ ഡി. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കെ എന്ന ഒറ്റ ടേം മാത്രമാണ്. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകൾക്കിടയിൽ ഡൈഇലക്ട്രിക് വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് പ്ലേറ്റുകൾക്കിടയിൽ എയർ വയ്ക്കുമ്പോഴുള്ള കപ്പാസിറ്റൻസിൻ്റെ കെ മടങ്ങായിരിക്കും. നേരത്തെ നമ്മൾ ഡെറൈവ് ചെയ്ത ഇക്വേഷൻ എ എപ്സിലോൺ 0 ബൈ ഡി ആയിരുന്നു. ഇപ്പോഴുള്ളത് കെ എ എപ്സിലോൺ 0 ബൈ ഡി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ കെ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അടുത്തത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം. ഒന്ന് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, രണ്ടാമത്തേത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. അതിലൊന്നാമത്തേത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. അതിൻ്റെ ഡയഗ്രമാണ് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് കപ്പാസിറ്റേഴ്സ് പരിഗണിച്ചിരിക്കുന്നു. ഒന്നാമത്തേൻ്റെ കപ്പാസിറ്റൻസ് C1, രണ്ടാമത്തേൻ്റെ കപ്പാസിറ്റൻസ് C2. ഇത് രണ്ടും സീരീസ് ആയിട്ട് ശ്രേണി രൂപത്തിൽ ഒന്ന് കഴിഞ്ഞ് അടുത്തേത്. അങ്ങനെ എത്ര കപ്പാസിറ്റൻസ് വേണമെങ്കിലും നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇതിനെ വി എന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, അതായത് ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ സീരീസ് കോമ്പിനേഷൻ കൊണ്ട് ഓരോ കപ്പാസിറ്ററിനും ലഭിക്കുന്ന കപ്പാസിറ്റൻസ് സെയിം ആയിരിക്കും. എന്നാൽ കപ്പാസിറ്ററുകൾക്കിടയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമായിരിക്കും. ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 എന്നും രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 എന്നും എടുത്താൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to V1 plus V2. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. C is equal to Q by V അല്ലെങ്കിൽ V is equal to Q by C. അങ്ങനെയാണെങ്കിൽ V1 എന്നത് Q by C1 ഉം V2 എന്നത് Q by C2 ആയിരിക്കും. Q എല്ലാ കപ്പാസിറ്ററിലും സീരീസ് ആയതുകൊണ്ട് സെയിം ആണ്. ഇനി മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q by C ഈക്വൽ ടു Q by C1 പ്ലസ് Q by C2. എല്ലായിടവും Q കോമൺ ആണ്, ക്യാൻസൽ ചെയ്യാം. സോ 1 by C ഈക്വൽ ടു 1 by C1 പ്ലസ് 1 by C2. ഇപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസായി കണക്ട് ചെയ്താൽ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ 1 by C ഈക്വൽ ടു 1 by C1 പ്ലസ് 1 by C2 ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ആകെ കപ്പാസിറ്റൻസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസിനേക്കാൾ കുറവായിരിക്കും, അതായത് ഓരോ കപ്പാസിറ്റൻസിനേക്കാൾ കുറവായിരിക്കും സീരീസ് കോമ്പിനേഷനിലെ ടോട്ടൽ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റേഴ്സിൻ്റെ രണ്ടാമത്തെ കോമ്പിനേഷനാണ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. ഓരോ കപ്പാസിറ്ററും പാരലലായി സമാന്തരമായി കണക്ട് ചെയ്യുന്നു.
ഡയഗ്രാം നോക്കുക. ഇവിടെ രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. കപ്പാസിറ്റൻസ് C1 ആൻഡ് C2. ഇത് രണ്ടും പാരലലായി കണക്ട് ചെയ്ത ശേഷം ഈ പാരലൽ കോമ്പിനേഷനെ ഒരു V എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു പാരലൽ കോമ്പിനേഷനിൽ എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഓരോ കപ്പാസിറ്ററിനും എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ C1 എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V, C2 എന്ന കപ്പാസിറ്ററിനും എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നെയായിരിക്കും. എന്നാൽ ചാർജ് വ്യത്യാസമായിരിക്കും. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ച് ചാർജ് മാറുന്നു. ഒന്നാമത്തെ കപ്പാസിറ്ററിലെ ചാർജ് Q1 എന്നും രണ്ടാമത്തേൻ്റെ ചാർജ് Q2 എന്നും എടുത്താൽ ടോട്ടൽ ചാർജ് Q is equal to Q1 plus Q2. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ Q എന്നത് C ഇൻറ്റു V, അങ്ങനെയാണെങ്കിൽ Q1 എന്നത് C1 ഇൻറ്റു V, Q2 എന്നത് C2 ഇൻറ്റു V. മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q എന്നതിന് പകരം CV, Q1 പകരം C1V, Q2 എന്നതിന് പകരം C2V. സോ CV ഈക്വൽ ടു C1V പ്ലസ് C2V. V കോമൺ ആണ്, ക്യാൻസൽ ചെയ്യാം. സോ C ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2. ഇപ്പോൾ പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടുന്നു, സീരീസായി കണക്ട് ചെയ്താൽ കപ്പാസിറ്റൻസ് കുറയുന്നു. ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് കപ്പാസിറ്റേഴ്സിനെ പറ്റിയാണ്. കപ്പാസിറ്ററിൻ്റെ ഉപയോഗം ചാർജ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കപ്പാസിറ്റേഴ്സ് കണ്ടിട്ടുണ്ട്. ഫാനിൽ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു. ഓരോ ഇലക്ട്രോണിക് ഡിവൈസിലും ചെറിയ ചെറിയ കപ്പാസിറ്ററുകൾ ആ ബോർഡിൽ കണക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ എല്ലാം ചാർജ് സ്റ്റോർ ചെയ്യുന്നു. അതായത് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി എത്രയാണ്, അതാണ് ലാസ്റ്റ് പാർട്ട്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഇപ്പോൾ C എന്ന കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ പരിഗണിക്കുക. അതിൻ്റെ പ്ലേറ്റുകൾക്കിടയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ V. ആദ്യത്തെ പ്ലേറ്റിൻ്റെ ചാർജ് Q എന്നും രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ ചാർജ് -Q എന്നും എടുക്കാം. കപ്പാസിറ്ററിനെ നമ്മൾ ചാർജ് ചെയ്യുന്നു, അത് തുടർച്ചയായി ചാർജ് ചെയ്യപ്പെടുന്നു. ഈ ചാർജ് ചെയ്യുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ആ കപ്പാസിറ്ററിലുള്ള ചാർജ് Q എന്നെടുത്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to Q divided by C. ഇപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ട് മാത്രമേ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചാർജ് ചെയ്യാനായി നമ്മൾ V എന്നൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്കാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അല്ലെങ്കിൽ ബാറ്ററിക്ക് ഒരു വർക്ക് ചെയ്തുകൊണ്ട് വേണം കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുക. ഇപ്പോൾ DQ എന്ന ഒരു ചെറിയ ചാർജ് കൊടുക്കാനായി പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ചെയ്യേണ്ടി വരുന്ന വർക്കാണ് dW is equal to V into DQ. ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ V is equal to വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. അതിൽ നിന്നും വർക്ക് is equal to പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. ഇവിടെ dW is equal to V into DQ. V എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്, Q by C. സോ dW is equal to Q by C into DQ. ഇത് ഒരു ചെറിയ ചാർജ് കൊടുക്കുന്നതിനായി ചെയ്യേണ്ടി വരുന്ന വർക്കാണ്. അങ്ങനെയെങ്കിൽ ക്യാപിറ്റൽ Q എന്ന ടോട്ടൽ ചാർജ് കൊടുക്കാനായി ഈ പൊട്ടൻഷ്യലിന് ചെയ്യേണ്ടി വരുന്ന വർക്കാണ് W is equal to ഇൻ്റഗ്രൽ 0 to Q dW. അതായത് ഓരോ ചെറിയ ചാർജ് കൊടുക്കേണ്ടി വരുമ്പോഴുള്ള വർക്ക് പരിഗണിക്കുക, എല്ലാം കൂടി ആഡ് ചെയ്യുക. അതിന് പകരം കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങുന്നത് മുതൽ ക്യാപിറ്റൽ Q എന്ന ചാർജ് കൊടുക്കുന്നത് വരെ ചെയ്യേണ്ടി വരുന്ന വർക്ക്, അതാണ് ഇൻ്റഗ്രൽ 0 to Q dW. dW എന്നതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം Q by C into DQ. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ 0 to Q by C into DQ. ഇതിൽ 1 by C കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് Q dQ. Q dQ എന്നതിൻ്റെ ഇൻ്റഗ്രലാണ് Q²/2. ലിമിറ്റ് കൊടുക്കുക 0 to ക്യാപിറ്റൽ Q. ഇനി Q² എന്നതിന് അപ്പർ ലിമിറ്റ്
ആദ്യം കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് 1/c ഇൻറ്റു ക്യാപിറ്റൽ Q സ്ക്വയർ അല്ലെങ്കിൽ Q സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. സോ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് Q സ്ക്വയർ ബൈ 2c അല്ലെങ്കിൽ CV സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ QV ഡിവൈഡഡ് ബൈ 2. 3 ഇക്വേഷനും എഴുതാം. അതായത് ആദ്യമുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് Q എന്നതിന് പകരം CV എന്ന് കൊടുത്താൽ അവിടെ കിട്ടുന്നതാണ് CV സ്ക്വയർ ബൈ 2. C എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ QV ഡിവൈഡഡ് ബൈ 2. ഈ 3 ഇക്വേഷനുമാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൽ വരുന്നത്.